ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? അമ്മൂസ് പൊടിക്കൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ക്യാപ്സിക്കവും സവാളയും കൊണ്ടുള്ള ഒരു കറിയാണ് വയ്ക്കാൻ പോകുന്നത്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുതേ. ഇതിനു വേണ്ടിയിട്ട് ഒരു 250 ഗ്രാം ക്യാപ്സിക്കമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നല്ലതുപോലെ കഴുകി തുടച്ചു കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഇതിനി എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആവശ്യമില്ല, ഇത് നമുക്ക് കളയാം. ഇതുപോലെ ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 മീഡിയം സൈസിലെ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെയാണ് ഇളക്കിയെടുക്കേണ്ടത്. ഇതിൻ്റെ ഓരോ ഇതളുകളും ഇളക്കി എടുക്കണം. ഇതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്കൊരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടായി വരുമ്പോൾ ഈ ഇളക്കി വെച്ചിരിക്കുന്ന സവാള നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറുതായി വാടി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 1/2 ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക്. ഇതിപ്പോൾ നല്ലോണം വരണ്ട് വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് കോരിയെടുക്കണം. ഈ പാനിലോട്ട് തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂണും കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ 2 ഏലക്ക, കുറച്ച് കുരുമുളക്, 3 ഗ്രാമ്പു, കുറച്ച് പട്ട, ഇതെല്ലാം ചേർത്ത് കൊടുക്കുക. അതിലോട്ട് 2 മീഡിയം സൈസിലുള്ള സവാള കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുക. ഇതിലോട്ട് ഇത്ര അണ്ടിപ്പരിപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് ചേർത്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കപ്പലണ്ടി വറുത്ത് തൊലി കളഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇത് രണ്ടും ഇല്ലെന്നുണ്ടെങ്കിലും നമുക്ക് ഇത്തിരി തേങ്ങ തിരുമ്മി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലോട്ട് 2 തക്കാളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് അതും കൂടി ചേർത്ത് കൊടുക്കാം. രണ്ട് മിനിറ്റ് സമയം ആയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല വരണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വയ്ക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇതിപ്പോൾ ഞാൻ നല്ലതുപോലെ അരച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ പാനിൽ തന്നെ 1 ടീസ്പൂൺ കൂടെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലോട്ട് എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് ജീരകം ഇട്ട് കൊടുക്കണം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഉലുവായും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കടുക്. ഇതെല്ലാം നല്ലോണം പൊട്ടി വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കടുക് പൊട്ടി വരുന്നുണ്ട്. കടുകും ജീരകവും ഇതെല്ലാം വറുത്ത് വരുന്നുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില, ഒരു നുള്ളി കായം ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ.
ഇതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ്, അത് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്തതിൻ്റെ പച്ചമണം മാറുമ്പോൾ നമുക്ക് ഈ മസാല എടുത്തു വച്ചിരിക്കുന്നത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഈ മസാല എല്ലാം നല്ലതുപോലെ ആയി വന്നിട്ടുണ്ട്. ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മസാലകൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണോളം നമ്മൾ റെഡ് ചില്ലി പൗഡറാണ്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി. ഇതെല്ലാം ചേർത്ത് ഒന്നും കൂടെ നല്ലതുപോലെ ഇളക്കിയെടുക്കാം നമുക്ക്. ഇതിപ്പോൾ ഈ പാനിൽ നിന്ന് നല്ലതുപോലെ ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കുള്ള ആവശ്യത്തിനനുസരിച്ച് ഗ്രേവി ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം. ഈ സമയത്ത് ഉപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് നമുക്ക് ഇതിപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് എടുത്തു വെച്ചിരുന്ന ഈ ക്യാപ്സിക്കവും ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം വളരെ കുറച്ച് വെച്ച് ഒരു 2 മിനിറ്റും കൂടെ നമുക്ക് കൊടുക്കണം. ഇതിനി നമുക്ക് നോക്കാം. ഫ്ലെയിം വളരെ കുറച്ച് ഞാനൊരു 5 മിനിറ്റ് സമയം വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നല്ലതുപോലെ ആയി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു ബൗളിലോട്ട് പകർത്താം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഇത്. റൊട്ടിയുടെയോ ചപ്പാത്തിയുടെയോ ഇഡ്ഡലിയുടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് കഴിക്കാൻ കൊള്ളുന്ന നല്ല ഒരു ടേസ്റ്റുള്ളൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.